24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ശ്രീ റിജി ലൂക്കോസ്, മാർ കൂറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരല്പം ദൈർഘ്യമുള്ളതാണ്. താങ്കൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഞാനത് ഒരിക്കൽ കൂടി വളരെ പെട്ടെന്നൊന്ന് വായിക്കാം. ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്ന് ഇനിയും പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് നിലവിലെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. CPIM എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ നടന്ന അഴിമതി, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനത്തോടുള്ള അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, വലതുവത്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിയുടെ നിദാനമാണ്. BJPയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാഷിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ്. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തലാകരുത്, രോഗം ആഴത്തിലുള്ളതാണ്. ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം. ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം. ഇടത്തോട്ടേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും, ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല. ഇതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു പുരോഹിതൻ, ഈ പുരോഹിതനെ കുറിച്ചിപ്പോൾ നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. അദ്ദേഹം എപ്പോഴും പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നയാളാണ്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പല വിഷയങ്ങളിലും നിലപാടുകൾ, ഈ ചർച്ചകളിൽ ഉൾപ്പെടെ വളരെ ചുരുക്കമായി അദ്ദേഹം പങ്കെടുക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളതുമാണ്. അങ്ങനെ ഒരു പുരോഹിതൻ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതുമ്പോൾ അതിൽ വിവരദോഷം എവിടെയാണുള്ളത്, ശ്രീ റെജി ലൂക്കോസ്? അനുജ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ആരാധനായ കൂറിലോസ് തിരുമേനിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ഇടതുപക്ഷ വേദികൾ, ഇടതുപക്ഷമാണ് മനുഷ്യപക്ഷം, ഹൃദയപക്ഷം, യേശുവിൻ്റെ പക്ഷം എന്നുള്ള രീതിയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു പുരോഹിത അല്ലെങ്കിൽ ഒരു വൈദിക ശ്രേഷ്ഠനും അതിലുപരിയായിട്ടൊരു ബിഷപ്പ് കൂടെയാണ് അദ്ദേഹം ഇതിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് വളരെ തിരുത്തലിന് വിധേയമാകേണ്ട രീതിയിലുള്ള ഒരു ഉപദേശമാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ അതിൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയത് സ്വാഭാവികമായിട്ടും അനുജിക്കും എനിക്കാണെങ്കിലും എന്താ പറയുക, മാനസികമായിട്ട് സങ്കടം തോന്നും. പക്ഷേ അദ്ദേഹം ഉദ്ദേശം എന്താണെന്ന് അറിയില്ലേ പോലും. അത് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, കിറ്റിനെ സംബന്ധിച്ചാലും ഈ കിറ്റ് കൊടുത്തുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും അത് ശരിയായ ഒരു സമീപനമല്ലായിരുന്നു. കാരണം യേശുക്രിസ്തുവാണ് ലോകത്തിൽ ആദ്യമായിട്ട് കിറ്റ് കൊടുത്തത്. 5 അപ്പം കൊണ്ട് 5000 പേരെ. ഒരു വലിയ ജനത ഭക്ഷണമില്ലാതെ നിന്നപ്പോൾ നിസ്സഹായം നിന്നവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ബൈബിൾ പ്രകാരം അദ്ദേഹമാണ് ലോകത്തിൽ ആദ്യമായിട്ട് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത വ്യക്തിയാണ് യേശുക്രിസ്തു. ഇവിടെ എന്താണ് സംഭവം? ഞാൻ ഉദ്ധരിക്കാൻ ഒരു കാരണമുണ്ട്. ഇവിടെ ഒരു ഭരണകൂടത്തിൻ്റെ കടമ എന്താ? വളരെ ഭരണം എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ കാലത്ത് മനുഷ്യൻ വീടിനുള്ളിൽ ഇരുന്നപ്പോൾ അവരുടെ വീടുകളിൽ കിറ്റുകൾ എത്തിച്ച് അവരുടെ വിശപ്പടക്കിയ ഒരു സർക്കാരിനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ വരുന്നത്? നാളെ വന്നാലും ഇത് ചെയ്യും. കേരളത്തിലെ സർക്കാർ നാളെ വന്നാലും ഇത് ചെയ്യും. അതൊരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ പ്രളയം, ഇനിയൊരു പ്രളയം വരിക എന്നൊക്കെ പറഞ്ഞ് കേട്ട വിഷമം തോന്നും. പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ഒരു തമാശയായിട്ടാണെങ്കിൽ പോലും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏതെല്ലാം രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടെന്ന് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഇനിയൊരു പ്രളയം, ഇപ്പം എനിക്ക് മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രളയ സാധ്യതയുള്ള ഒരു വർഷമാണ് കടന്നു പോകുന്നതാണ് കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. വിദേശത്തെ കേരളം അത് ബാധകമാണെന്ന് പറയണേ. അങ്ങനെ ഒരു പ്രളയം ഉണ്ടായാൽ ഈ വർഷവും കിറ്റ് കൊടുക്കും. ഒരു സംശയമില്ല, ജനങ്ങളെ സംരക്ഷിക്കും. 13.5 ലക്ഷം ആളുകളെയാണ് കഴിഞ്ഞ പ്രളയകാലത്ത്, 2018 പ്രളയകാലത്ത് വിവിധ ക്യാമ്പുകളിൽ ജാതി മത വ്യത്യാസമില്ലാതെ, കുബേരനെന്നോ കുചേലനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കൊണ്ട് ക്യാമ്പുകളിൽ കഴിഞ്ഞ് നമ്മളെല്ലാം കണ്ടല്ലേ, കേരളത്തിൻ്റെ ഒരു നന്മയായിരുന്നത്. അവരെ എല്ലാം ഈ രീതിയിൽ സംരക്ഷിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് വോട്ട് അടുത്ത പ്രാവശ്യം വരുന്നുള്ള പ്രതീക്ഷ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊരു അല്പം കടന്നു കൈയായിപ്പോയി. അത് ശരിയല്ല. ഒരുപക്ഷെ തിരുമേനി ഉദ്ദേശിച്ചത് വേറെ ആയിരിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹം കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ, നിങ്ങളത് കാണിച്ചില്ല, അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പദം ഉപയോഗിച്ചത്. പിണറായി വിജയനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചോളം അദ്ദേഹം എടുത്ത നിലപാടുകൾ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? ഇപ്പോൾ കിറ്റിൻ്റെ കാര്യത്തിലായാലും അതുപോലെ നിബയുടെ കാര്യത്തിലായാലും ഓക്കിയുടെ കാര്യമൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മളൊക്കെ ചർച്ചയിൽ ഇരിപ്പുണ്ട്. ഒരു പരിചയമില്ല. 2200 പേരെയാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഉൾക്കടലിൽ നിന്നും നേവിയുടെ സഹായത്തോടുകൂടി എല്ലാം അറേഞ്ച് ചെയ്തു. തൻ്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം നിയന്ത്രിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്.
അല്ലെങ്കിൽ അദ്ദേഹം കടപ്പുറത്ത് പോയി അവരുടെ കണ്ണീരൊപ്പുവെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കടപ്പുറത്ത് ഉൾക്കടലിൽ തകർന്നതിനെ ഷിപ്പ് അയച്ച് ഹെലികോപ്റ്ററിൽ ഇവാക്യുവേറ്റ് ചെയ്തതാണ് അവരെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനൊരു വിമർശനം വരുമ്പോൾ അദ്ദേഹം കാടടച്ചൊന്നും വിമർശിച്ചിട്ടില്ല, ആ വാക്ക് ഉപയോഗിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. പിന്നെ ഞാനെന്ന് ചോദിക്കട്ടെ, പിണറായി വിജയൻ മാത്രം പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഭയങ്കര മാനസിക വിഷമവും. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഡ്രൈവറെ മുതുകിന് ശക്തമായിട്ട് ഇടിച്ചു, ഉപദ്രവിച്ചു. അതൊരു ദൈവിക അല്ലെ വിശുദ്ധ ഇടിയായിട്ടും മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അതിനെല്ലാം താലോലിക്കുകയും വിശുദ്ധ ഇടിയായിട്ടൊക്കെ ആരെങ്കിലും പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇപ്പോ ഈ മറ്റുള്ളവർ പറയുന്നതും ഇതുമായി അതിപ്പോ ആരെന്ത് മോശം പരാമർശം നടത്തിയാലും നമ്മൾ അതിനോട് അനുകൂലിക്കില്ല എന്നുള്ളത് ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ എന്നുള്ളത് ആരാണ് ശ്രീ റെജി ലൂക്കോസ്? അല്ല, ഞാൻ പറയട്ടെ, ഒരു ഭരണാധികാരിയുടെ ബാധ്യത എന്താണ്? അദ്ദേഹത്തിന്റെ ചുമതല എന്താണ്? ഭരണത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ആ നാടിനെ സംരക്ഷിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക, പട്ടിണി ഇല്ലാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു കടമയാണ്. ആ കടമ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശരീരഭാഷ മുഖ്യമന്ത്രിയായതിനു ശേഷം സൃഷ്ടിച്ചെടുക്കപ്പെട്ടതല്ല. അദ്ദേഹം കാലങ്ങളായിട്ടുള്ള പിണറായി വിജയൻ ഒരു മാറ്റമില്ല. അദ്ദേഹത്തിൻ്റെ സോപ്പിടിയിൽ സംസാരങ്ങൾ, പറയാത്ത നടക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അഭിനയിക്കുക, ഇതൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു. അല്ലാതെ കൂർലോസ് തിരുമേനിയുടെ മറ്റ് വിമർശനങ്ങളെ അദ്ദേഹം പേരെടുത്ത് വിമർശിച്ചില്ല. അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ്, ഒരു തർക്കമില്ല, വിമർശിക്കാനുള്ള അവകാശമുണ്ട്. വിമർശനത്തിലൂടെ തിരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിന്റെ ചരിത്രം അത് തന്നെയല്ല ഇടതുപക്ഷത്തിന്റെ. അത് ഉദാഹരണത്തിന് നമുക്ക് എവിടെയെല്ലാം പറയാനുണ്ട്. ഇപ്പൊ ലെനിനെ കുറിച്ച് പറയാം, മാവോ സേസുങ്ങിനെ കുറിച്ച് പറയാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കിന്റെ പേരിൽ എനിക്ക് തോന്നുന്നത് കൂർലോസ് തിരുമേനിക്ക് പോലും അതിനകത്ത് അതൃപ്തി ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഇനിയും എൻ്റെ ഹൃദയത്തിൽ ഇടതുപക്ഷമായിരിക്കുന്നു. സ്വാഗതം ചെയ്യേണ്ട ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞ അതെ, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാനില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും പ്രളയം വരും എന്ന് ഉള്ള തരത്തിലേക്ക് വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കിറ്റ് രാഷ്ട്രീയം അതെപ്പോഴും ഒന്നിലധികം പ്രാവശ്യങ്ങൾ അതിൽ ജനങ്ങൾ വീഴില്ല, പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല. ഈ വരികളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ല. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രളയം വരാനോ അല്ലെങ്കിൽ ഒരു കിറ്റ് രാഷ്ട്രീയത്തിലോ ഇനിയും ജനങ്ങൾ വീഴില്ല എന്ന് പറഞ്ഞാൽ ആ കിറ്റ് കൊടുത്തത് തെറ്റാണോ? എന്ന് മുതലേ കിറ്റ് തെറ്റായത്? കേരളത്തിലെ ഈ ഏറ്റവും ഇഷ്ട വരെയുള്ള ആളുകൾ ഈ കിറ്റ് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ചു. അന്ന് ഈ സർക്കാരിനെതിരെ ആരും ഒന്നും മിണ്ടിയില്ല. 6 മാസം കഴിഞ്ഞപ്പോഴല്ലേ ഈ പാൻഡമിക് മാറിയപ്പോഴല്ലേ ഈ കിറ്റിനെതിരെ കുറ്റം പറഞ്ഞത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.